ഇന്ന് വൈകിട്ട് എനിക്ക് വാട്സാപ്പിലൊരു മെസ്സേജ് വന്നേ. ഒരു വീഡിയോ ആണ്, അമ്മ എന്ന നന്മ. വീഡിയോ എന്ന് വെച്ചാൽ ഒരു കവിതയാണ്. അത് കെയർ എഴുതിയ കവിതയാണ്. എൻ്റെ പഴയ വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് കെയറിനെ കുറിച്ച് അറിയാമായിരിക്കും. ഇനി അറിയത്തില്ലാത്തവർക്ക് ഞാൻ ഐ ബട്ടണിലോ ഡിസ്ക്രിപ്ഷനിലോ എവിടെയെങ്കിലും കെയറിനെ കുറിച്ചുള്ള ഞാൻ നേരത്തെ ചെയ്തൊരു വീഡിയോ, അല്ലെങ്കിൽ ഞാനും കെയർ ഉൾപ്പെടുന്ന ഒരു വീഡിയോയുടെ കാര്യം, അല്ലെങ്കിൽ വീഡിയോയുടെ ലിങ്ക് അവിടെ ഇട്ടേക്കാം. അപ്പോൾ ഈ അമ്മ എന്ന നന്മ എന്നുള്ള ആ ഒരു ചെറിയൊരു കവിതയാണ്, ഒരു ഹൈക്കു കവിത പോലെ. അതിൽ പറഞ്ഞിരിക്കുന്ന വരികൾ, അല്ലെങ്കിൽ അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത്, നൊന്തുപെറ്റ വയറവൾക്ക് വെന്തു നീറിടുമ്പോഴും നിന്റെ വയറ് വെന്തിടാതെ നിന്നെ ഊട്ടിവിട്ടവൾ, അമ്മയെന്ന് നീ വിളിച്ച നന്മയുള്ള സ്ത്രീ അവൾ. ഇന്നവൾക്ക് വീണുറങ്ങാൻ ഇല്ല മണ്ണിലൊരു കുടിൽ, ഇന്ന് നീ രമിച്ചിടുന്നു രമ്യഹർമ്മമൊന്നിലായി, അമ്മയെന്ന് നീ വിളിച്ച നന്മയുള്ള സ്ത്രീ അവൾ. അപ്പം ഞാനതൊരു കെയറിനോട് പറഞ്ഞു. കെയറിന് ഞാൻ മെസ്സേജ്, അതായത് സത്യത്തിൽ ഞാനും അങ്ങനെയുള്ളൊരു ആളാണോ, അല്ലെങ്കിൽ പലപ്പോഴും പേരൻസിന് അവർക്ക് വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ ലൈഫ് കൊണ്ടു നടക്കുന്ന ഒരാളാണോ എന്നൊരു സംശയമുണ്ട്. അങ്ങനെ ഒരു മകനാണെന്നൊരു സംശയം ഉണ്ടെന്ന് ഞാൻ കെയറിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എനിക്ക് പെട്ടെന്ന് അന്നേരം ഒരു ചിന്ത വന്നപ്പോൾ ഞാൻ കുറച്ച് വരെയുണ്ട് ഒരു കവിത വെറുതെ എഴുതി. ആ കവിത എഴുതാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, മുകില് ഉണ്ടായപ്പോൾ സിസേറിയൻ ആയിരുന്നു. ആ സമയത്ത് പൊതുവെ പിള്ളേർക്കുള്ളതായിരുന്നു ഈ ബ്രീത്ത് എടുക്കാനൊരു ഇഷ്യൂ. പൊതുവെ ആ സമയത്ത് പൊതുവെ പിള്ളേർക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മുകിലിന് ഈ ബ്രീത്ത് എടുക്കാനൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതുമല്ല, ഒബ്സർവേഷൻ എന്നുള്ള നിലയിൽ ഈ കുഞ്ഞുങ്ങളെ, ന്യൂ ബോൺ ബേബീസിനെയൊക്കെ കൊണ്ട് ചെല്ലുന്നൊരു നഴ്സറി പോലൊരു സെറ്റപ്പ് ഉണ്ടല്ലോ നമ്മുടെ ഈ ഹോസ്പിറ്റലിലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളൊരിതായിരുന്നു. അതായത് കുഞ്ഞുണ്ടായി, രശ്മിയെ കാണിച്ചു, നേരെ കൊണ്ടുപോയി അവിടെ ഒബ്സർവേഷനിൽ വെച്ചിരുന്നു കുറേ ദിവസമല്ല, കുറേ മണിക്കൂർ. അന്ന് വൈകിട്ട് 6 മണിക്കാകുമ്പോഴത്തേനും മേളിലോട്ട്, മീൻസ് ഈ ഒബ്സർവേഷനിൽ വെച്ചിരിക്കുന്നിടത്തേക്ക് നഴ്സറിയിലേക്ക് ചെല്ലണം. വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ അന്നേരം തന്നു വിടാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചെന്നപ്പം അവിടെ ഉള്ളത് രശ്മിയുടെ അമ്മയുണ്ട്, എൻ്റെ ചേട്ടത്തിയുണ്ട്. അപ്പം ഡോക്ടർ പറഞ്ഞു ഓക്കെയാണ്, ആൾ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, കൊണ്ടുവയ്ക്കോ എന്നുള്ള രീതിയിൽ കുഞ്ഞിനെടുത്ത് തന്നു. ഞാൻ ലൈഫിൽ ഇതേവരെ അത്ര ന്യൂ ബോൺ കുഞ്ഞുങ്ങളെയൊന്നും എടുത്തിട്ടില്ല. എനിക്ക് പേടിയാണ് ഇതിലെടുക്കാൻ. അത് പേടിയാവാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇൻ കേസ് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും അബദ്ധം പറ്റി അതിനൊരു പ്രശ്നം വരരുതല്ലോ എന്നുള്ള ചിന്തയിൽ ഞാൻ എടുത്തില്ല. ഞാൻ ചേട്ടത്തെ കൊണ്ട് എടുപ്പിച്ച്. പക്ഷേ അന്നേരം എന്താ പറയുക, ഒരു വല്ലാത്തൊരു ഇമോഷണലായിരുന്നു. ഞാനെന്നല്ല കേട്ടോ, എല്ലാവരും അങ്ങനെയാണ് പൊതുവെ. അത് കഴിഞ്ഞ് മുകിലിങ്ങനെ വളർന്ന് വന്നു. ഇപ്പോൾ 2 വയസ്സ് കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴാണ് ആള് എന്നെക്കുറിച്ച് അന്വേഷിക്കുകയോ, അല്ലെങ്കിൽ ഞാൻ വേണോ, അല്ലെങ്കിൽ ഞാൻ ചെന്നാൽ എൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറയുകയോ വിശേഷം പറയുകയൊക്കെ ചെയ്യുന്നത് ഈ ഒരു 1.5 വയസ്സായതിനു ശേഷമാണ്. അതുവരെ അങ്ങനെ ആള് എൻ്റെ അടുത്ത് അത്ര കണക്റ്റഡ് ഒന്നും അല്ലായിരുന്നു, ഞാനും അല്ലായിരുന്നു. അതാണ് സത്യം. അത് പ്രായത്തിൻ്റെ, കാരണം ആ സമയത്തൊക്കെ അമ്മ ഇപ്പോഴും അമ്മ മതി, എന്നാലും ആ ഒരു ഇതാണല്ലോ കുഞ്ഞുങ്ങൾക്ക്. അപ്പം ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായതാണ്, പാല് കൊടുക്കണമെങ്കിൽ അമ്മ വേണം, എല്ലാ കാര്യത്തിനും അമ്മ വേണം. ചിലപ്പോൾ നമ്മൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫാമിലിക്ക് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ടൈം ആയിരിക്കും, അന്നേരം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കത്തില്ല. ആ ഒരു സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ട് കുഞ്ഞിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള സമയം ചിലപ്പോൾ കാണണമെന്നില്ല.
പക്ഷെ നമ്മുടെ മനസ്സൊക്കെ ഇതിലിങ്ങനെ പോവല്ലേ, ഭയങ്കരമായിരിക്കും. കാരണം പക്ഷേ ഇതിനകത്തെ കുഴപ്പമെന്ന് വെച്ചാൽ അമ്മ എന്നൊരു വേഡ് അതിനെ മാത്രമാണ് ആൾക്കാരെല്ലാം ഈ പ്രകൃതിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം അച്ഛന് വലിയ റോളൊന്നും ഇല്ലാത്ത രീതിയിൽ പലയിടത്തും ഇങ്ങനെ കണ്ടിട്ടുണ്ടേ. അമ്മ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ആ ഒരു മറ്റുള്ളവർക്ക് കിട്ടുന്ന ഒരു അഡ്രിനാലിൻ റഷോ ഒന്നും അച്ഛൻ എന്ന് പറയുമ്പോൾ കിട്ടാറില്ല. കിട്ടുന്നവരുണ്ടായിരിക്കും, എനിക്കറിയില്ല. അപ്പം ഞാനത്ര ഇങ്ങനെ എഴുതി വെറുതെ ഇങ്ങനെ എന്തോ മനസ്സിൽ തോന്നി ഇങ്ങനെ കുറിച്ച് വെച്ചു. ഇങ്ങനത് വായിക്കാം. കണ്ട മാത്രയിൽ നിറഞ്ഞ കൺകണം മറച്ചവൻ, കണ്ണിലുണ്ണി പോലെ നിന്നെ കാത്തണച്ചു നിന്നവൻ, കർമ്മയോഗമായി കഴിഞ്ഞ കാലചക്രമായവൻ, കൺമറഞ്ഞുപോയി നിനക്ക് കാവലായി നിന്നവൻ, അമ്മതൻ മുലത്തുടുപ്പിൽ അമൃതമായി കിനിഞ്ഞൊര ശ്വേതരക്തം ആഗ്രഹിച്ച് നീ കരഞ്ഞ വേളയിൽ കയ്യിലേറ്റി നിന്നെ വെന്ത നെഞ്ചിനോട് ചേർത്തവൻ, മൺമറഞ്ഞുപോയി നിനക്ക് ജീവനേകിയവരവൻ, മാതൃചിന്തയാർന്ന നിന്റെ ചുണ്ടിലൂർന്ന ചുംബനം നേടുവാൻ കഴിഞ്ഞിടാതെ പ്രാണനറ്റുപോയവൻ, ഓർക്കണം നിനക്ക് ജീവനേകിയൊരു മെയ്യവൻ, ചൊല്ലുവാൻ മഹത്വമറ്റു വെന്തു വീണുപോയവൻ. പലപ്പോഴും ഇപ്പോഴാണെങ്കിലും കുഞ്ഞല്ലേ, ആൾക്ക് ആ ഒരു അറ്റാച്ച്മെന്റ് ഒക്കെ വരുന്നേ ഉള്ളൂ. ആളോടൊരു ഉമ്മ ചോദിച്ചാൽ ആൾക്ക് നല്ല മൂടാണെങ്കിലേ എനിക്കത് കിട്ടുന്നുള്ളൂ, അതാണ് റിയാലിറ്റി. പിന്നെ ആൾക്കങ്ങനെ അത്ര വലിയ താല്പര്യമൊന്നുമില്ല, അങ്ങനെ ഉമ്മ തരുന്നതിനോട് അത്ര താല്പര്യമില്ല. പക്ഷെ ആളൊക്കെ ആണെങ്കിൽ ഉമ്മയൊക്കെ തരും കേട്ടോ. പക്ഷെ ആളുടെ അമ്മ ചോദിച്ചു കഴിഞ്ഞാൽ ചോദിക്കണ്ട, അല്ലാതെ ഒരുപാട് ഉമ്മ പറയും. അപ്പം നമ്മളിങ്ങനെ ഞാനിങ്ങനെ വിചാരിക്കായിരുന്നേ, ഒരു ഉമ്മയൊക്കെ കിട്ടാൻ നമ്മൾ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്. അത് ഇമോഷനാണ്. കുറെ കഴിയുമ്പോഴത്തേനും അച്ഛനൊരു സൂപ്പർ ഹീറോ എന്നുള്ള ലെവലിലേക്ക് അവർ ചിന്തിക്കും, ആ ഒരു ലെവലിലേക്ക് വരും. അതിനുശേഷം വീണ്ടും അമ്മ എന്നുള്ളതിലേക്ക് പോകും. അങ്ങനെയാണ്, നമ്മളെല്ലാം അങ്ങനെ ആയിരുന്നു. ഇതിൽ രണ്ടുപേരോടും വലിയ അറ്റാച്ച്മെന്റ് കാണിക്കാത്തൊരു വ്യക്തി ഞാനാണെന്ന് തോന്നുന്നു, മകൻ എന്ന നിലയിൽ അച്ഛനോടും അമ്മയോടും ഒക്കെ. പക്ഷെ ഇങ്ങനെ മനസ്സിലുള്ളതൊക്കെ ഇങ്ങനെ എഴുതി വെക്കുമ്പോഴേ എന്തോ ഒരു സുഖമുണ്ട്. ഇതെങ്ങനെ പറ്റുന്നു എന്നുള്ളത് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. പെട്ടെന്ന് തോന്നുന്നു. അതായത് ഈ പറഞ്ഞ KR എനിക്ക് ആ കവിത അയച്ചു തന്നപ്പോൾ ആ കവിത വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, ഈ പറഞ്ഞ മെഡിക്കൽ കോളേജിൽ കോട്ടയത്ത് കുറേ ദിവസങ്ങളായിട്ട് മര്യാദയ്ക്ക് ഉറങ്ങാതെ, ഭക്ഷണം കഴിക്കാതെ, കുളിക്കാതെ ഒക്കെ അവിടെ വെയിറ്റ് ചെയ്ത ഒരു മൊമെൻ്റാണ്. എന്തിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു, ആ ഒരു മൊമെൻറ്റിലുണ്ടായ സംഭവങ്ങളൊക്കെ അതിങ്ങനെ കണക്ട് ചെയ്ത് വന്നപ്പോൾ എന്തൊക്കെ എഴുതി. ആ എഴുത്താണ് ഇപ്പം ഞാൻ പറഞ്ഞത്.